വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം 14 പൗലോസിന്റെയും ബർന്നബാസിന്റെയും മിഷൻ യാത്രയുടെ തുടർച്ചയാണ്. അവർ വിവിധ നഗരങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുകയും അത്ഭുതങ്ങൾ നടത്തുകയും എതിർപ്പുകളും പീഡനങ്ങളും നേരിടുകയും ചെയ്തു. പൗലോസും ബർന്നബാസും യഹൂദന്മാരുടെയും മറ്റ് ജാതികളുടെയും ഇടയിൽ പ്രസംഗിച്ചു. പലരും വിശ്വസിച്ചു, എന്നാൽ ചിലർ എതിർത്തു. നഗരത്തിൽ കലഹമുണ്ടായി. ലിസ്ത്ര പട്ടണത്തിൽ ഒരു കുഴഞ്ഞുകിടക്കുന്ന മനുഷ്യനെ പൗലോസ് സുഖപ്പെടുത്തി. ജനങ്ങൾ അവരെ ദേവന്മാരായി കരുതി യാഗം അർപ്പിക്കാൻ ശ്രമിച്ചു. പൗലോസ്, ബർന്നബാസ് എന്നിവർ ദൈവത്തിന് മാത്രം മഹത്വം നൽകണമെന്ന് പറഞ്ഞു. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നും ഉപദേശിച്ചുകൊണ്ട് ശിഷ്യന്മാരുടെ മനസ്സിനെ അവർ ശക്തിപ്പെടുത്തി. യഹൂദന്മാർ ജനങ്ങളെ പ്രേരിപ്പിച്ചു. പൗലോസിനെ കല്ലെറിഞ്ഞു. മരിച്ചുവെന്ന് കരുതി പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ അദ്ദേഹം എഴുന്നേറ്റു വീണ്ടും പ്രസംഗിച്ചു. അവർ വിവിധ നഗരങ്ങളിൽ ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തി സഭകൾ സ്ഥാപിച്ചു. മൂപ്പന്മാരെ നിയമിച്ചു. അവർ അന്ത്യോക്യയിലേക്ക് മടങ്ങിവന്ന് ദൈവം എല്ലാ ജാതികൾക്കും വിശ്വാസത്തിന്റെ വാതിൽ തുറന്നുകൊടുത്തുവെന്ന് അറിയിച്ചു. അധ്യായം 15 സഭയുടെ ചരിത്രത്തിൽ നിർണായകമായ ഒരു അധ്യായമാണ്. മറ്റു ജാതികൾ ക്രിസ്ത്യാനികളാകുമ്പോൾ അവർക്ക് മോശയുടെ നിയമം പാലിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് ജെറുസലേമിലെ സഭാ നേതൃത്വം മറുപടി നൽകുന്നു. അവരെപ്പോലെ നാമും രക്ഷ പ്രാപിക്കുന്നത് കർത്താവായ യേശുവിന്റെ കൃപയിലാണെന്ന് നാം വിശ്വസിക്കുന്നു. 15-ാം അധ്യായം 11-ാം തിരുവചനം. വിവാദങ്ങൾ പ്രാർത്ഥനയിലും ആത്മാവിന്റെ മാർഗനിർദ്ദേശത്തിലും പരിഹരിക്കണം. വിശ്വാസത്തിലൂടെ എല്ലാവർക്കും ഒരേ രക്ഷ, എല്ലാ ജാതികൾക്കും ദൈവത്തിന്റെ ഒരേ വാഗ്ദാനം എന്നവർ പ്രസംഗിച്ചു. ദൈവം എല്ലാ ജാതികൾക്കും പരിശുദ്ധാത്മാവിനെ നൽകിയതായി അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അവർ മോശയുടെ നിയമം മുഴുവനും പരിപാലിക്കേണ്ടതില്ല, എന്നാൽ വിഗ്രഹാരാധന, രക്തം, ശ്വാസം മുട്ടിച്ച മൃഗങ്ങൾ, വ്യഭിചാരം എന്നിവയിൽ നിന്ന് പരിപൂർണമായി വിട്ടുനിൽക്കണമെന്ന് പഠിപ്പിച്ചു. സഭാ നേതാക്കൾ ഈ തീരുമാനം എഴുതി മറ്റു ജാതി വിശ്വാസികൾക്ക് അയച്ചു. അവർ സന്തോഷിച്ചു. പൗലോസും ബർന്നബാസും വീണ്ടും മിഷൻ യാത്രയ്ക്ക് പുറപ്പെട്ടു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.